വർഗീയതയെ പിന്തുണയ്ക്കുന്ന വ്യക്തിയെന്ന കാരണത്താലാണ് റോഡിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നതിനെ CPM ശക്തമായി എതിർത്തത് എന്ന് മുൻ മേയർ സി ജയൻ ബാബു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഭരണത്തിന്റെ ഭാഗമായ കോൺഗ്രസും മുസ്ലിം ലീഗും BJPയുടെ പ്രമേയത്തെ പിന്തുണയ്ക്കുകയായിരുന്നുവെന്ന് ജയൻ ബാബു ഓർക്കുന്നു. തിരുവനന്തപുരത്തെ റോഡിന് അന്നത്തെ നഗരസഭ ഹെഡ്ഗേവാർ റോഡെന്ന് പേര് നൽകുമ്പോൾ അന്നത്തെ കൗൺസിലുണ്ടായിരുന്ന ജയൻ ബാബു അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്, CPM നേതാവ്. അന്ന് താങ്കളുടെ മേയറായിരുന്ന കാലഘട്ടമായിരുന്നു. പിന്നീട് CPM നിന്ന് കുറച്ച് പേര് മറുചേരിയിലേക്ക് പോകുന്നു, അവർ മേയറാകുന്നു. ഈ കാലഘട്ടത്തിലാണോ ഈ പ്രമേയം വരുന്നത്? 88 ആദ്യ മേയർ ഞാനായിരുന്നു. അവസാനത്തെ 2 വർഷം കോൺഗ്രസും BJPയും അതുപോലെ തന്നെ ലീഗും ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് മാറിപ്പോയ 4-5 പേരും ചേർന്നുള്ള ഒരു സംവിധാനം വന്നു. അന്ന് കാലുമാറ്റ നിയമമൊന്നുമില്ല. അതിൻ്റെ ഫലമായിട്ട് MP പരമേശ്വരൻ മേയറായി. അദ്ദേഹത്തിൻ്റെ ആണെന്നാണ് എൻ്റെ ഓർമ്മ ഈ പ്രമേയം കൗൺസിൽ കൊണ്ടുവരുന്നത്. ആ പ്രമേയത്തെ CPMഉം ഇടതുപക്ഷ കൗൺസിലർമാരും അതിശക്തിയായിട്ട് എതിർത്തു. ഇങ്ങനെ ഒരാളുടെ പേര് റോഡിന് നൽകാൻ പാടില്ല എന്നുള്ള നിലയ്ക്കുള്ള നിലപാടെടുത്തിരുന്നു. പക്ഷേ അന്നത്തെ സംവിധാനം വെച്ച് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. BJP ആണോ ഈ പ്രമേയം കൊണ്ടുവരുന്നത്? എൻ്റെ ഓർമ്മയിൽ MS കുമാർ കൊണ്ടുവന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാനും അദ്ദേഹമായിട്ട് തർക്കമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കുകയാണ് ഉണ്ടായത്. ഹെഡ്ഗേവാറിൻ്റെ പേര് തന്നെ നൽകണം എന്നാണ് ആ പ്രമേയത്തിൽ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. നമുക്കൊരു നിലപാടുണ്ടല്ലോ, CPMന് ഒരു നിലപാടുണ്ട്, ഇടതുപക്ഷ മുന്നണിക്ക് ഒരു നിലപാടുണ്ട്. ആ നിലപാട് വെച്ചിട്ട് വർഗീയ ചായ്വോടുകൂടി വിഷയങ്ങളെ കാണുന്ന ഒരാളെ ബഹുമാനിക്കേണ്ടതില്ല എന്ന നിലപാടെടുത്തു. കോൺഗ്രസും ലീഗും അന്ന് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? കോൺഗ്രസും ലീഗും ഇതിനെ പിന്താങ്ങുകയാണ് ഉണ്ടായത്. അവർ പിന്താങ്ങിയാണ് ഒരു മേയറും വന്നത്. അതിൻ്റെ കോൺഗ്രസിൻ്റെ സംസ്ഥാന ലീഡർമാർ അടക്കം കൗൺസിലുണ്ടായിരുന്നു. അവരെല്ലാം അനുകൂലിക്കുകയാണ് ചെയ്തത്. ലീഗും അനുകൂലിച്ചു. അന്ന് ഈ പ്രമേയം കൊണ്ടുവന്നപ്പോൾ CPM ശക്തമായി എതിർക്കുകയും കോൺഗ്രസും ലീഗും ഭരണപക്ഷത്തിൻ്റെ ഭാഗമായി ഇന്ന് നിശബ്ദരായിരിക്കുകയും ചെയ്തു എന്നാണ് ഹെഡ്ഗേവാറിൻ്റെ പേര് റോഡിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജയൻ ബാബു വിശദീകരിക്കുന്നത്. ക്യാമറമാൻ ശ്യാമിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.